സ്തുതിയായിരിക്കട്ടെ. യേശു നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലെ 3 തിരുവചനം വായിക്കാം. ദൈവമായ കർത്താവ് തോലുകൊണ്ട് ഉടയാടി ഉണ്ടാക്കി ആദത്തെയും അവൻ്റെ ഭാര്യയെയും ധരിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവമായ കർത്താവ് തോലുകൊണ്ട് ഉടയാടി ഉണ്ടാക്കി ആദത്തെയും അവൻ്റെ ഭാര്യയെയും ധരിപ്പിച്ചു. സുന്ദരമായ തോട്ടമാണ് ദൈവം മനുഷ്യനൊരുക്കിയത്. കാഴ്ചയ്ക്ക് കൗതുകവും ഭക്ഷിക്കാൻ രുചിയുമുള്ള സകല വിഭവങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ഇതിനിടയിലും സമർപ്പണത്തിൻ്റെ ബലി നടത്താൻ ഒരു വൃക്ഷത്തിൻ്റെ മാത്രം ഫലം ഭക്ഷിക്കരുതെന്ന് അവിടുന്ന് കൽപ്പിച്ചു. ഉപവാസത്തിൻ്റെ ആദ്യ രൂപമാണിത്. ഉപവാസം ഏതൻ അഭിഷേകം ചെയ്യപ്പെടുന്നുവെന്ന് വിശുദ്ധ ബേസിൽ പറയുന്നത് ശ്രദ്ധിക്കുക. സ്നേഹത്തിൽ ചെയ്യുന്ന ബലിയാണ് ഉപവാസം. എല്ലാ വൃക്ഷങ്ങളിൽ നിന്നും തിന്നും പങ്കിട്ടും കഴിയുമ്പോഴും ഒന്നിൽ നിന്ന് അകലം സൂക്ഷിച്ച് അവരുടെ ബലി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ദൈവം കൽപ്പിച്ചത്. പ്രപഞ്ചത്തിലെ ആദ്യ പുരോഹിതരല്ലേ ആദ്യ മാതാപിതാക്കൾ. ആദ്യ പാപത്തിലെ വിലക്കുകളെ അവർ ഭേദിച്ചു. അറുതിയില്ലാത്ത മോഹത്തിൻ്റെ പ്രലോഭനത്തിൽ അവർ വഞ്ചിതരായി. ഏദനിലെ സന്തോഷം മുഴുവൻ വിലക്കപ്പെട്ട കനിയുടെ മോഹത്താൽ മുങ്ങിപ്പോകുന്നു. ഉള്ളതൊന്നും സുന്ദരമല്ലെന്നും ഇല്ലാത്തതിനാണ് സൗന്ദര്യമെന്നുള്ള ചിന്ത അവരെ കീഴടക്കി. ദൈവത്തിൻ്റെ വാക്ക് കേട്ട് വളരേണ്ടവർ സർപ്പത്തിന് കാതോർത്തു. കേൾവിയിലൂടെ ആദിപാപം അകത്ത് പ്രവേശിച്ചു. ആ സർപ്പം എഴിയുന്നത് മരത്തിലൂടെയല്ല, മനുഷ്യൻ്റെ മനസ്സിലൂടെയാണ്. ദുർമോഹം എന്ന ആ സർപ്പത്തെ ഉൽപ്പത്തിയുടെ ഗ്രന്ഥകാരൻ മരത്തിൽ കെട്ടിയിട്ടതാണ്. യഥാർത്ഥത്തിൽ ആ സർപ്പം മനുഷ്യ മനസ്സിലൂടെ ഇഴഞ്ഞുകൊണ്ടിരുന്നു. എന്തായിരുന്നു ആ പാപം? ദൈവനിഷേധമാണോ? അറുതിയില്ലാത്ത ലൈംഗിക ത്വരയാണോ? മോഹം തിന്നാൻ പ്രേരിപ്പിച്ച ചിന്തയിലാകണം നമ്മുടെ ശ്രദ്ധ. പാപത്തിൻ്റെ ഫലം എന്തായിരുന്നു എന്ന് അറിയുന്നതിന് മുമ്പ് എന്തായിരുന്നു പാപം എന്ന് അറിയണം. ദൈവം പറഞ്ഞതിന് വിപരീതമാണ് സർപ്പം പറഞ്ഞത്. ദൈവം പറഞ്ഞു, നന്മ തിന്മകളുടെ വൃക്ഷത്തിൽ നിന്ന് പഴം തിന്നാൽ എന്തുണ്ടാവും? നീ മരിക്കും. സർപ്പം പറഞ്ഞു, നീ ജീവിക്കും. നുണയുടെ പിതാവിൻ്റെ വാക്ക് കേട്ട് സ്വർഗപിതാവിൻ്റെ വാക്കിനെ പിന്തള്ളി. ദൈവം നുണയനും താൻ സത്യവാനുമാണെന്ന് ദുഷ്ടൻ അവരെ ധരിപ്പിച്ചു. ഇന്നും അതൊക്കെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ അവബോധങ്ങളെ തകിടം മറിച്ചു. അടിസ്ഥാന പാപം നിങ്ങളുടെ ബോധ്യങ്ങളുടെ തകിടം മറിച്ചതാണ്. പാപം പ്രാഥമികമായ ഒരു പ്രവൃത്തിയല്ല, അവബോധത്തിലുള്ള മാറ്റമാണെന്ന് നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കുക. ആ ബോധ്യം മാറിയപ്പോൾ സ്വാഭാവികമായും തിന്മയായതിനാൽ അതിൽ തന്നെ തിന്മയിൽ ചെന്ന് അവസാനിക്കും. എല്ലാ കാലത്തും ഇങ്ങനെ തന്നെ. അവരൊന്ന് ഭക്ഷിച്ചത് എന്തായിരുന്നു? നന്മ തിന്മകളുടെ വൃക്ഷത്തിൻ്റെ ഫലം. പാപവും പുണ്യവും നിശ്ചയിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല. തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്താണ് സത്യം, എന്താണ് അസത്യം എന്നത് സത്യവാനായ ദൈവത്തിൻ്റെ നിശ്ചയമാണ്. അത് കൈക്കലാക്കാനാണ് സർപ്പം പറഞ്ഞത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകുമത്രേ. അവബോധങ്ങളിൽ മാറ്റം വന്നപ്പോൾ സർപ്പം അവരുടെ ദൈവമായി, ദൈവം അവരുടെ ശത്രുവും. പറിച്ചു തിന്നു. മരണവും ഭയവും നഗ്നതയും എല്ലാം മാനവകുലത്തിൻ്റെ മേൽ വന്നു പതിച്ചു. ഇന്നും പിശാച് ചെയ്യുന്നത് ഇത് തന്നെ. മനുഷ്യരുടെ ദൈവിക ബോധ്യങ്ങളെ അവൻ കൗശലപൂർവ്വം തകിടം മറിക്കും.
നിങ്ങളുടെ ബോധ്യങ്ങൾ ശുദ്ധമല്ലെങ്കിൽ നിങ്ങൾ പാപം ചെയ്യാതെ ജീവിച്ചാലും ദുഷ്ടൻ്റെ ഭാഗത്താണെന്ന് ഓർക്കുക. എല്ലാം കുറച്ചൊക്കെ ആകാമെന്ന് ഒരു സെമിനാരിക്കാരൻ പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. അവൻ്റെ ചുടലമായ പാദങ്ങൾ നീങ്ങുന്നത് തീർച്ചയായിട്ടും കുഴിയിലേക്ക് തന്നെയായിരിക്കും. ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് നിങ്ങൾ ചിന്തിച്ച് തുടങ്ങിയാൽ കുറേ പേരെ നിങ്ങൾ തൽക്കാലത്തേക്ക് വിശ്വസിച്ചാലും അടിസ്ഥാനപരമായി നിങ്ങൾ വേർതിരിക്കപ്പെട്ടു എന്നുള്ളത് മനസ്സിലാക്കുക. അത് മനുഷ്യൻ വിഴുങ്ങിപ്പോയപ്പോൾ അതവൻ്റെ ബോധ്യങ്ങളെ താറുമാറാക്കി. കഠിനമാണ് ഈ പാപം. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നഗ്നതയിൽ അവർ നാണിച്ചു പോയത്. അത്തിയിലകൾ തുന്നിച്ചേർത്ത് ഒരു കച്ച അവരുണ്ടാക്കി. വചനം പറയാണ്, മനുഷ്യൻ്റെ പാപത്തിൻ്റെ നഗ്നത മറയ്ക്കാൻ മനുഷ്യനിർമ്മിതമായ അരക്കച്ചകൾ കൊണ്ടായില്ല. എന്നാൽ അറിയാതെ പോയത് കഷ്ടം. പാപം മറയ്ക്കാനും മായ്ച്ചു കളയാനും ദൈവത്തിനല്ലേ സാധിക്കൂ. ദൈവം ആദ്യമായി എന്നൊരു ബലി നടത്തി. ആദ്യമായിട്ട് ഏദനിൽ ഒരു കുഞ്ഞാടിനെ കൊന്ന് അവൻ്റെ തോല് കൊണ്ട് ഉടയാടുകൾ ഉണ്ടാക്കി അവരെ ധരിപ്പിച്ചു. നമ്മൾ വചനത്തിൽ ഇത്ര ഡീറ്റെയിൽസ് ആയിട്ട് പറയില്ല. അവർ ധരിപ്പിച്ചു എന്ന് പറയുന്നുള്ളൂ. ദൈവമായ കർത്താവ് തോല് കൊണ്ടുടയാടുണ്ടാക്കി ആദത്തെയും അവൻ്റെ ഭാര്യയെയും ധരിപ്പിച്ചു എന്നാണ് വചനം പറയുന്നത്. പക്ഷേ അവിടെ ഒരു കുഞ്ഞാടിനെ ബലി അർപ്പിച്ചാൽ മാത്രമേ തോല് ഉണ്ടാവുള്ളൂ. തോല് സ്വയമായിട്ട് ഉണ്ടാവുന്നതല്ലോ. അവിടെ ഒരു ബലി അർപ്പണം നടന്നു കഴിഞ്ഞിരുന്നു. അങ്ങനെ ആ തോല്, ആ ഒരു വസ്ത്രം കൊണ്ട് അവരുടെ നാണം മറച്ചു. മാനവകുലം മുഴുവൻ രക്ഷപ്പെടാനും പാപമോചനം പ്രാപിക്കാനും നൂറ്റാണ്ടുകൾക്ക് ശേഷം അറുക്കപ്പെടേണ്ട ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ ആദ്യ രൂപമായിരിക്കില്ലേ ഏദനിൽ കൊല ചെയ്യപ്പെട്ട കുഞ്ഞാട്? സത്യത്തിൽ പുത്രനെ ബലി ചെയ്യാനും തോട്ടത്തിൽ നിന്ന് പുറത്തായവരെ തിരിച്ചു കൊണ്ടുവരാനും മുൻകൈ എടുക്കുന്നതും ഈ പിതാവിൻ്റെ സ്നേഹം തന്നെയാണ്. ഏദനിലെ ആട്ടിൻ തൊലി അല്ലെങ്കിൽ ആട്ടിൻ്റെ തോല് പാപത്തിൻ്റെ നഗ്നത മറച്ചു. പക്ഷേ പാപം മായ്ച്ചു കളയാൻ സ്വയം ബലിയായ കുഞ്ഞാടിൻ്റെ ഉടയാട് തന്നെ വേണം. എൻ്റെ പാപത്തിൻ്റെ നഗ്നത മറയ്ക്കാൻ ക്രിസ്തു ബലിയായപ്പോൾ അവൻ കാൽവരി കുന്നിൽ നഗ്നനായി കിടക്കേണ്ടി വന്നു എന്ന് ഓർക്കുക. മനുഷ്യൻ്റെ പാപത്തിന് ആദ്യ പകരക്കാരൻ ദൈവം ഏദനിൽ അറുത്ത കുഞ്ഞാടാണ്. അന്ന് മുതൽ യഥാർത്ഥ പകരക്കാരനായ ക്രിസ്തു അവതരിക്കും വരെയും പാപം മറയ്ക്കാനുള്ള തത്തപ്പാടിൽ മനുഷ്യൻ ബലികളും യാഗങ്ങളും നടത്തിപ്പോന്നു. രണ്ടാം ആദത്തിൻ്റെ ആദ്യ ആദത്തിൻ്റെയും അവൻ്റെ പിൻതലമുറക്കാരുടെയും പാപം തുടച്ചു മാറ്റാൻ കഴിയൂ. മനുഷ്യൻ്റെ വീഴ്ചയ്ക്ക് മനുഷ്യനെ തന്നെ പോംവഴി കണ്ടുകെട്ടേണ്ടിയിരുന്നു. ആദിമ മാതാപിതാക്കളെ പോലെയാണ് ലോകമെന്ന്. നിയമങ്ങൾ കൊണ്ടും ചട്ടവട്ടങ്ങൾ കൊണ്ടും അവൻ്റെ വീഴ്ചയെ വിലയ്ക്ക് നിർത്താൻ ശ്രമിക്കുന്നു. ആകില്ല എന്നുള്ള സത്യം തിരിച്ചറിയണം. നമുക്കതിന് സൃഷ്ടാവിലേക്ക് നോക്കാതെ സൃഷ്ടി വസ്തുക്കൾ കൊണ്ട് നമുക്കാർക്കും പാപപരിഹാരത്തിൻ്റെ നേർവഴിയിൽ യാത്ര ചെയ്യാനാവില്ല. നമ്മളെല്ലാവരും സൃഷ്ടിയിലേക്കാണ് കണ്ണു നട്ടിരിക്കുന്നത്, സൃഷ്ടാവിലേക്കല്ല. നമ്മുടെ ബോധ്യങ്ങളെ ക്രിസ്തുവിന് അനുരൂപമാക്കാമെന്ന വിശുദ്ധൻ്റെ പൗലോസിൻ്റെ വാക്കുകൾ നമ്മൾ ചിന്തിക്കണം, മനസ്സിലാക്കണം. നമ്മുടെ ബോധ്യങ്ങളെ ക്രിസ്തുവിന് അനുരൂപമാക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ വളരണം. എങ്കിൽ മാത്രമേ പൂർണ്ണതയിലേക്ക് നമുക്ക് കടന്നു വരാൻ സാധിക്കുകയുള്ളൂ. നിയമങ്ങൾ കൊണ്ടും ചട്ടവട്ടങ്ങൾ കൊണ്ടും
അവൻ്റെ വീഴ്ചയെ നിലയ്ക്ക് നിർത്താൻ ശ്രമിക്കുന്നു. അതിന് നമുക്ക് സാധിക്കില്ല. കാരണം അത് സൃഷ്ടാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ദൈവം മനുഷ്യവംശത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്നാണ് വചനം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ടാണ് ദൈവമായ കർത്താവ് തോല് കൊണ്ട് ഉടയാടി ഉണ്ടാക്കി ആദത്തെയും അവൻ്റെ ഭാര്യയെയും ധരിപ്പിച്ചു എന്ന് വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് നമ്മളിതിൽ നിന്ന് വിട്ടുകൊടുക്കാം. ലോകത്തിൻ്റെ ദേവൻ മനുഷ്യൻ്റെ ബുദ്ധിയെ അന്ധകാരമാക്കുന്ന ഈ കാലത്ത് ദൈവത്തിൻ്റെ മഹത്വമാർന്ന തേജസ്സിനാൽ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ ബോധ്യങ്ങൾ വിശദമായി തീരട്ടെ. കർത്താവേ, ഞങ്ങളുടെ ബോധ്യങ്ങൾ നിൻ്റെ വചനത്തിൻ്റെ ഉൾപ്രേരണയാൽ, നിൻ്റെ വചനത്തിലെ ആ വചനങ്ങൾ പൂർണ്ണമായിട്ട് അഭിഷേകത്താൽ ഞങ്ങളുടെ ബോധ്യങ്ങളെ ശരിയായ നിലയിൽ വിശ്വസിക്കാനും നിൻ്റെ വചനത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളാനും ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കണമേ, അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ.